കണ്ണടച്ചു തുറക്കും മുമ്പ് ലക്ഷ്യത്തിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയെ വാനോളം ഉയർത്തുന്ന മറ്റൊരു അത്ഭുതം ഹൈപ്പർസോണിക് ബ്രഹ്മോസ്. പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം DRDOയുടെ ബ്രഹ്മോസ് വെർഷൻ ഇപ്പോൾ 7 മാച്ച് സ്പീഡിൽ ലക്ഷ്യത്തിൽ എത്തും. അതായത് ശബ്ദത്തിന്റെ 7 ഇരട്ടി വേഗത്തിൽ. സെക്കൻഡുകൾക്കുള്ളിൽ ലക്ഷ്യത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഈ മിസൈൽ പരീക്ഷണം ഇപ്പോൾ ലോകത്തെ ശ്രദ്ധയാകർഷിക്കുന്നു. ചൈന, അമേരിക്ക, റഷ്യ എന്നിവിടങ്ങളിലും ഇത്ര കൃത്യതയാർന്ന ഹൈപ്പർസോണിക് മിസൈൽ നിലവിൽ ഇല്ല. ഇത് വിജയിച്ചാൽ ഇന്ത്യൻ ഡിഫൻസ് ചരിത്രം മുഴുവൻ മാറും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സഹായിക്കണം. 2 കാലുകളും വയ്യാത്ത ആളാണ് ഞാൻ. പ്ലീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അറിയിക്കണം. ഞാനത് തിരുത്തുന്നതാണ്. ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണത്തിന്റെ ഏറ്റവും വിജയകരമായ മാതൃകയിലൊന്നാണ് ബ്രഹ്മോസ്. ഇരു രാജ്യങ്ങളും സഹകരിച്ച് വികസിപ്പിച്ച ബ്രഹ്മോസ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഇന്ന് ഇന്ത്യയുടെ ആക്രമണങ്ങളുടെ കൂന്തമുനയായി മാറിക്കഴിഞ്ഞു. പാകിസ്ഥാനെ തവിട് പൊടിയാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിരവധി കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ബ്രഹ്മോസ് ആവശ്യപ്പെടുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ സൂപ്പർസോണിക് ബ്രഹ്മോസിനെ തടയാൻ പാകിസ്ഥാന്റെ പക്കലുണ്ടായിരുന്ന ചൈനീസ് കളിപ്പാട്ടങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. ഇപ്പോഴിതാ പാകിസ്ഥാന്റെയും ചൈനയുടെയും ചങ്കിടിപ്പ് കൂട്ടാൻ ഹൈപ്പർസോണിക് വേഗതയിലുള്ള ബ്രഹ്മോസ് മിസൈലുകൾ ഉടൻ തയ്യാറാകുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭം ആയതിനാൽ മിസൈൽ വികസനത്തിന് റഷ്യയുടെ അനുമതി കൂടി ഇന്ത്യക്ക് ആവശ്യമാണ്. റഷ്യ ഉടനെ അനുമതി നൽകിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലായ സീർക്കോൺ 3A-22 ഇന്ത്യൻ വകഭേദമാവും ബ്രഹ്മോസ് 2 എന്നറിയപ്പെടുന്ന പുതിയ ഹൈപ്പർസോണിക് മിസൈൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സീക്കറുകളും ഇലക്ട്രോണിക് സംവിധാനങ്ങളുമാവും ബ്രഹ്മോസിൽ ഉപയോഗിക്കുക. ഈ മിസൈൽ DRDO വികസിപ്പിച്ച നൂതന ഗതിനിർണയ സംവിധാനങ്ങൾ, റഡാറുകൾ, സീക്കറുകൾ, ഇലക്ട്രോണിക് വാർഫെയറുകൾ എന്നിവയായിരിക്കും ഇതിൽ ഉപയോഗിക്കുക. ശബ്ദത്തേക്കാൾ 6 മടങ്ങ് വേഗം ആയതിനാൽ മണിക്കൂറിൽ 7400 കിലോമീറ്ററിലധികം കുതിച്ചുപായും ഈ മിസൈൽ. റഷ്യയുടെ സീർക്കോൺ മിസൈലിൽ ഉപയോഗിക്കുന്ന സ്രാംജെറ്റ് എഞ്ചിനാകും ഇതിലും ഉപയോഗിക്കുക. റഷ്യയുടെ മിസൈലിന് 100 കിലോമീറ്ററോളം പ്രഹരപരിധിയുണ്ട്. ഇതേ എഞ്ചിൻ ബ്രഹ്മോസിലും ഉപയോഗിക്കുന്നതിലൂടെ ബ്രഹ്മോസ് 2-നും ഇതേ ആക്രമണ പരിധി കിട്ടുമെന്നാണ് കരുതുന്നത്. നിലവിലുള്ള മിക്ക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ഒരു സർഫസ് ടു സർഫസ് മിസൈലായിരിക്കും. തുടർന്ന് ഇതിന്റെ ട്രാക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ലോഞ്ചറുകൾ, യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ എന്നിവയിലും ഉപയോഗിക്കാനാവുന്ന തരത്തിലാക്കി മാറ്റും ഈ മിസൈലിനെ. സാങ്കേതിക തടസ്സങ്ങൾ കാരണം 2019 നമ്മുടെ രാജ്യം മാറ്റിവെച്ച പദ്ധതിയാണ് ഇപ്പോൾ വീണ്ടും റഷ്യയുടെ പങ്കാളിത്തത്തോടുകൂടി നമ്മൾ ആരംഭിക്കുന്നത്. ഈ വർഷം ആദ്യം നടന്ന ഉന്നതതല കൂടിയാലോചനകളിൽ ബ്രഹ്മോസ് എയറോസ്പേസും റഷ്യയുടെ PNO വിശ്വസ്നേസും ചേർന്ന് പദ്ധതി വീണ്ടും തുടങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇത്തരമൊരു മിസൈലിന്റെ ആവശ്യകത ഇന്ത്യക്ക് ബോധ്യമായിട്ടുണ്ട്. ശബ്ദത്തേക്കാൾ 3 മടങ്ങ് വേഗമുള്ള സൂപ്പർസോണിക് ബ്രഹ്മോസ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ വിറപ്പിച്ചിരുന്നു. ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പേ ഇന്ത്യൻ ആക്രമണം പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളടക്കം തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. ഇന്ത്യയുടെ ബ്രഹ്മോസ് HQ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ബ്രഹ്മോസിനെ ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ചൈനയ്ക്കും പാകിസ്ഥാനും വെല്ലുവിളി ഉയർത്തുന്ന ബ്രഹ്മോസ് 2 മിസൈൽ വികസിപ്പിക്കാനൊരുങ്ങുന്നത്. സീർക്കോൺ മിസൈലിന്റെ 70% സാങ്കേതിക കൈമാറ്റമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സാധ്യമായാൽ ഏതാണ്ട് പൂർണ്ണമായും ഇന്ത്യൻ മിസൈലായി ബ്രഹ്മോസ് 2 മാറും. റഷ്യൻ എയറോഡൈനാമിക്കും ഇന്ത്യൻ സ്പ്രഷൻ ടെക്നോളജിയും സംയുക്തമായാണ് ബ്രഹ്മോസിനെ വികസിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്ലീസ് എന്തെങ്കിലും
വീഡിയോയിൽ നിങ്ങൾക്ക് മിസ്റ്റേക്കായി തോന്നിയെങ്കിൽ അത് പറയുക, ഞാൻ തിരുത്തുന്നതായിരിക്കും. നിങ്ങളുടെ സഹകരണവും സ്നേഹവും എനിക്ക് ആവശ്യമാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുതേ.